മ്യൂസിയം കണ്ടതിന് ശേഷം പിന്നീട് ഞങ്ങൾ ഒന്ന് രണ്ട് അമ്പലങ്ങൾ സന്ദർശിക്കാൻ പോയിട്ടോ. അതിൽ ഫസ്റ്റ് ഞങ്ങൾ പോകുന്ന അമ്പലമാണ് ഇനി കാണാൻ പോകുന്നത്. ഈ പോർച്ചുഗീസ് അധിനിവേശ കാലത്തും മറ്റുള്ള ദേശരാജ്യങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ഒരുപാട് അമ്പലങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അവരൊക്കെ ഇവിടുന്ന് പോയതിന് ശേഷം ചില അമ്പലങ്ങളൊക്കെ പുനർനിർമ്മിച്ചിട്ടുണ്ട്. അതിലൊന്നാണോ ഇതെന്ന് അറിയില്ല. ഇത് പക്ഷേ പുതിയതായിട്ട് ഉണ്ടാക്കിയ പോലെയാണ് കേട്ടോ ഈ അമ്പലം കാണുമ്പോൾ ഫീൽ ചെയ്യാം. ഇത് നമ്മൾ പുരാതന ക്ഷേത്രങ്ങൾ പോലെയൊന്നുമല്ല നമുക്ക് കണ്ടാൽ തോന്നുക കേട്ടോ. ഇതിനോട് ചേർന്നിട്ടുള്ള ഒരു സ്കൂളാണ്. ശങ്കരാചാര്യരുടെ ഒരു വിഗ്രഹമാണ് അവിടെ ഉള്ളത്. ഭയങ്കര ഭംഗിയുണ്ട്. ആ ഒരു വിഗ്രഹത്തിൻ്റെ ആ ഫേസ് കാണാൻ ഭയങ്കരമായിട്ട് തേജസ്, നല്ല ഭംഗിയുള്ളൊരു വിഗ്രഹമാണ്. അത് നല്ല ഒരു പ്രത്യേക ഭംഗി. അപ്പോൾ ഞാൻ കുറേ സമയത്തിനടുത്ത് നിന്നിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ സ്കൂളുള്ളത്. അമ്പലം എന്ന് വെച്ചാൽ ഞാനത് എടുക്കാതിരുന്നത്, നമ്മൾ കാണുമ്പോൾ തന്നെ ചെല്ലുമ്പോൾ തന്നെ കാണാം വിഗ്രഹം. അപ്പം അതുകൊണ്ടാണ്. ഇത് ഹോമം ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഹോമകുണ്ടം കണ്ടില്ലേ, അതാണ്. അപ്പം അമ്പലം എന്ന് വെച്ചാൽ ഒന്ന് തിരുപ്പതി വെങ്കടാചലപതിൻ്റെ ഒരു ആണ് കണ്ടത്. പിന്നീട് കണ്ടത് ഒരു ദേവിയാണ്. അങ്ങനെ രണ്ട് എണ്ണമാണ് അടുത്തടുത്തുള്ളത്. പിന്നെ ഒരു ഗണപതിൻ്റെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഭയങ്കര തേജസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാൻ. നല്ലൊരു അറ്റ്മോസ്ഫിയറുമാണ്. ഭയങ്കര ഭംഗിയായിട്ട് ഒക്കെ ചെടികളൊക്കെ വെച്ചിട്ട് പുൽത്തകിടിയൊക്കെ ഉണ്ടായിട്ട് നല്ല ഭംഗിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് ടെമ്പിള്. കുറച്ച് അപ്പുറത്ത് മാറിയിട്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. കാർ പാർക്കിങ്ങിനും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട്. സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്നൊരു അമ്പലത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല കേട്ടോ അവിടെ.